സംഭവിക്കാൻ പോകുന്നില്ലെങ്കിലോ? കേരളത്തിന്റെയും ഇന്ത്യയുടെയും അഭിമാനമായ വ്യക്തിയാണ് സൂര്യചേട്ടനിപ്പോ. കേവലം ഒരു സബ് ഇൻസ്പെക്ടറായ നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ സൂര്യചേട്ടനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ദേഹത്ത് തൊട്ട ഉടനടി നിങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടും. ഇവളുടെ നാക്കിന്റെ നീളം കൂടുതോറും നിന്റെ എല്ലിന്റെ എണ്ണം കൂടും. ഇന്ന് ചെലപ്പാതെ ഇറങ്ങി പോസാറേ. കാക്കി ദേഹത്തുണ്ടെന്ന് കരുതി ദേഹം ചൊറിയുന്നുണ്ടെങ്കിൽ അത് മാറ്റാൻ സാറ് കൂലിക്ക് ഒരാളെ വയ്ക്കും. എല്ലാവരുടെയും മുഖത്ത് ചെയ്യുന്നല്ലോ മാറും. അതിനുള്ള സാധനം വരാൻ പറ്റുമോ? വരാണ്ടിരിക്കാൻ പിന്നെ ബുദ്ധിമുട്ടിക്കരുത് കേട്ടാ. സമർപ്പിക്കാനാണ്. രാവിലെ ഉറങ്ങണ്ട നമുക്കല്ലേ? രാവിലെ ഒന്നും വേണ്ട. രാവിലെ അല്ല, 3 മണിക്കാണ് ട്രെയിൻ. 1:30 എത്തിയാൽ മതി. 1:30 എത്തിയാൽ മതി. 3 മണി കഴിയും. 2 മണിക്കൂർ എത്താനായിട്ടോ. നടന്ന് 1:30 വന്നാൽ മതി. ഓക്കെ എന്നാ ശരി. എന്നാ എനിക്ക് പറയാൻ വിളിക്കാം. നീ പറഞ്ഞോ മോള് വിളിച്ചോട്ടെ. 1:30 പറഞ്ഞ മാത്രമേ. അതിനൊക്കെ എന്നാലും ഇപ്പോൾ വന്നില്ലെങ്കിൽ ഞാൻ വേറെ വണ്ടി വിളിക്കാം. അതിന് ഉദ്ദേശിച്ചാണ് നമ്മുടെ കുട്ടി വീട് വിട്ടു പോയില്ലടാ. ഇനി എന്താ ചെയ്യുന്ന അറിയില്ലോ ഭഗവാനെ. ചേട്ടാ പതുക്കെ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല ആൻറ്റി. കാർത്തിക്കിന്റെ കുഞ്ഞ് ഇച്ചായനെ അടിക്കാൻ ഏറ്റവും വലിയ വടിയെന്ന് എനിക്ക് സമാധാനിക്കാം. ആൻറ്റി പറഞ്ഞതുപോലെ ഞാൻ കുറെ ആലോചിച്ചു. ഒറ്റയ്ക്കൊരു കുഞ്ഞിനെ വളർത്താനുള്ള ധൈര്യമൊക്കെ എനിക്കുണ്ട്. പക്ഷേ എന്റെ ജീവിതം പിന്നെ അത് മാത്രമായി ചുരുങ്ങിപ്പോവും. കുഞ്ഞിനെ വളർത്തി വലുതാക്കി അച്ഛനെ കൊന്നയാളോട് പ്രതികാരം ചെയ്യിക്കുക. പഴയ വടക്കൻ പാട്ട് സിനിമകൾ പോലെ അല്ലല്ലോ ജീവിതം. ശാരീരികമായും മാനസികമായും ഇച്ചായനെ വേദനിപ്പിക്കണമെങ്കിൽ തോറ്റുപോയിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇച്ചായന്റെ മുന്നിൽ നല്ല നിലയിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. കുഞ്ഞിനെ വേണ്ടെന്നാണോ നീ പറയുന്നത്? അങ്ങനെയാണ് ഞാൻ തീരുമാനിച്ചത്. ഹോസ്പിറ്റലിൽ ഒറ്റയ്ക്ക് പോയി അത് ചെയ്യാനുള്ള ധൈര്യം എനിക്കില്ല. ആൻറ്റി എൻ്റെ കൂടെ വരണം. അയ്യോ, ഞാൻ എന്നെ സഹായിക്കാൻ വേറെ ആരുമില്ല ആൻറ്റി. ആരോടെങ്കിലും പറയാൻ പറ്റുന്ന കാര്യമാണോ ഇത്? ആൻറ്റി, നിനക്ക് ശാരീരികമായും മാനസികമായും ഭാഗ്യലക്ഷ്മിയെ ഉപദ്രവിക്കണ്ടേ? ഞാനല്ല, അവൾ നിന്റെ കൂടെ വരണം. അവൾ ഇച്ചായനോട് പറയും. പറയില്ല. തൽക്കാലം നീ അവിടെ മുമ്പിൽ ഒന്ന് താന്നു കൊടുക്കണം. ഞാൻ ഭാഗ്യലക്ഷ്മിയുടെ കാല് പിടിക്കണമെന്നാണ് ആൻറ്റി പറയുന്നത്. അതിലും ഭേദം മരിക്കുന്നതാ. ഞാൻ പറയട്ടെ, അവളെയും കൂട്ടി വേണം നീ ഹോസ്പിറ്റലിലേക്ക് പോകാൻ. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ഞാൻ ചുവട് വെക്കും. എന്നിട്ട് ഊർമിളാദേവിയെ സിംഹാസനത്തിൽ നിന്ന് പിടിച്ചെഴുന്നേപ്പിച്ച് ഞാൻ അവിടെ കയറിയിരിക്കും. അവനവൻ ഇരിക്കേണ്ടടുത്ത് അവനവൻ ഇരുന്നില്ലെങ്കിൽ അവിടെ നായകേറി ഇരിക്കുന്നല്ലേ അമ്മേ? ഇവിടുത്തെ സിംഹാസനത്തിൽ മധുമതിയല്ലേ ഇരിക്കേണ്ടത്. അവിടെ ഊർമിള കയറി ഇരുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓ അങ്ങനെ. അയ്യോ അയ്യോ, അവിടെ ആരോ വരുന്നുണ്ട്. അയ്യോ അമ്മ, എന്തുപറ്റി? അമ്മ അയ്യോ, എന്റെ ശരീരം തളരുന്നു മോളെ. അമൃത എന്തെങ്കിലും അവിവേകം കാണിച്ചു കാണുമോ? അയ്യോ, ഇന്നലെ എന്റെ അമൃത കൊണ്ട് മുഖം കാണേണ്ടതായിരുന്നു. അവളെ എന്നോട് പറഞ്ഞു, വല്യമ്മ എനിക്കിവിടെ തല്ലുകൊണ്ട് ജീവിക്കാൻ വയ്യെന്ന്. അത് കേട്ടപ്പോ എന്റെ ചങ്ക് പൊടിച്ചു പോയി മധുമതി. മായാവതി, അമൃത ഈ വീട് വിട്ട് എങ്ങും പോവില്ല. അവളെ ഞങ്ങളൊക്കെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. എന്താ ഇങ്ങനെ തോന്നാന്ന്